ഏറ്റുമാനൂർ അയർക്കുന്നത്തെ അമ്മയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ മരിച്ച ജിസ്മോളുടെ കുടുംബം. ജിസ്മോൾ ഭർത്തൃവീട്ടിൽ മാനസിക പീഡനം നേരിട്ടെന്ന് സഹോദരൻ ജിറ്റു. നിറത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ ഭർത്തൃമാതാവ് മാനസികമായി പീഡിപ്പിച്ചു. ഫോൺ ഭർത്താവ് ജിമ്മി വാങ്ങിവെച്ചിരുന്നതായി സംശയമെന്നും കുടുംബം. കേസിൽ ജിസ്മോളുടെ അച്ഛനും സഹോദരനും പോലീസിൽ മൊഴി നൽകി. ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവമുണ്ടായിരുന്നു. സഹോദരിമാരെല്ലാം വീട്ടിലുണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കോവിഡിൻ്റെ 2019 കോവിഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് UK മൂത്ത സഹോദരി കെയർ വിസയ്ക്ക് പോയി. ആ മൂത്ത സഹോദരി ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്കാരി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് വരെ പുള്ളിക്കാരിയെ കെട്ടിച്ചു വിട്ടിരുന്നത് അറുന്നൂറ്റിമംഗലത്താണ്. അറുന്നൂറ്റിമംഗലത്ത് അവിടെ കെട്ടിച്ചു വിട്ട വീട്ടിൽ പുള്ളിക്കാരി പോകത്തില്ല. പുള്ളിക്കാരി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് പുള്ളിക്കാരിയും ഈ പുള്ളിക്കാരിയും അമ്മായിമ്മയെ കൂടി നല്ല രീതിയിൽ ചേച്ചീനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ചേച്ചിയുടെ ഫോണിൽ നിന്ന് ആർക്കും ഒരു അങ്ങനെ ഒരു രീതിയിലും ഇല്ല. ചേച്ചീനെ പപ്പായും ട്രൈ ചെയ്തു. ചേച്ചി വർക്ക് ചെയ്യുന്ന എറണാകുളത്തെ ഓഫീസിലെ ഒരു സ്റ്റാഫും കോൺടാക്ട് ചെയ്തു. പക്ഷേ ആർക്കും ചേച്ചിയായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബലമായ സംശയം ജിമ്മിയുടെ കയ്യിലായിരിക്കും ആ ഫോൺ ഇരുന്നത്. പിന്നെ എൻ്റെ മൂത്ത ചേച്ചി പറഞ്ഞത്, ചേച്ചി ഈ ഓഡിയോയോ മെസ്സേജൊന്നും ചേച്ചി വാട്സപ്പ് ത്രൂ അയക്കത്തില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ചേച്ചി മൂത്ത ചേച്ചി രണ്ടാമത്തെ ചേച്ചീനെ, ജിസ്മോൾ ചേച്ചിയാണെങ്കിൽ എൻ്റെ മൂത്ത ചേച്ചീനെ വിളിക്കും, ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കും, ചേച്ചി എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ചേച്ചി വിളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ പറയുന്നതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ കുഞ്ഞേച്ചി പറയുന്നത്, ഫോൺ ജിമ്മി ചെക്ക് ചെയ്യും, എന്തെങ്കിലും മെസ്സേജ് ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നെയും വീട്ടിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ജോസി ബാബു വിശദാംശം നൽകും. ജോസി, ജിസ്മോളുടെ കുടുംബം വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ, അതിൻ്റെ സംശയങ്ങളൊക്കെ ഇവർ വെളിപ്പെടുത്തുന്നത്. ഇതൊക്കെ പോലീസ് എത്ര കണ്ടോ ഗൗരവതരത്തിലെടുക്കുന്നുണ്ടാവണം. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നുണ്ട്? ജിസ്മോളുടെ പിതാവ് തോമസും സഹോദരൻ ജിറ്റുവും അതോടൊപ്പം തന്നെ മൂത്ത സഹോദരിയും ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഈ കാര്യങ്ങൾ, ഇപ്പോൾ പരാതിയായി ഉന്നയിച്ച കാര്യങ്ങൾ മുഴുവൻ അവർ പോലീസിന് മൊഴിയായി നൽകുകയാണ്. എന്തായാലും ഈ മൊഴി പരിശോധിച്ച ശേഷം കേസെടുക്കുന്നതിന് മറ്റു നടപടികളും സ്വീകരിക്കുമെന്നാണ് ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെയാണ് ജിസ്മോളുടെയും മക്കളായ നോഹ, നോറ എന്നിവരുടെ സംസ്കാരം നടക്കുക. പാലായിലെ ചെറുകര പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഭർത്താവിൻ്റെ വീടിന് സമീപമുള്ള പള്ളിയുടെ പാരീഷ് ഹാളിൽ പൊതുദർശനവും ക്രമീകരിച്ചിട്ടുണ്ട്. അതേസമയം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണ് ജിസ്മോളുടെ കുടുംബം. പ്രധാനമായും അവരുന്നയിക്കുന്ന കാര്യങ്ങൾ, ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ മാതാവിൻ്റെയും അതോടൊപ്പം സഹോദരിയുടെയും ഭാഗത്തു നിന്നും വലിയ മാനസിക പീഡനം ജിസ്മോൾ നേരിട്ടിരുന്നു. ഭർത്താവും അത്തരത്തിൽ മാനസികമായി ഒട്ടേറെ പീഡനങ്ങൾ നടത്തി. മൊബൈൽ ഉപയോഗിക്കുന്നതിന് പോലും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. നിറത്തിൻ്റെ പേരിലും സാമ്പത്തികമായ ഇടപാടുകളുടെ പേരിലും അല്ലെങ്കിൽ ഇരു കുടുംബങ്ങളും തമ്മിലുള്ള സാമ്പത്തിക അന്തരമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒട്ടേറെ മാനസിക പീഡനം ജിസ്മോൾക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഇതൊക്കെയാകാം ജിസ്മോളെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ച കാരണമെന്നാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തണം, കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാവണമെന്നാണ് ജിസ്മോളുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും നാളെ രാവിലെ 9 മണിയോടുകൂടി മൃതദേഹങ്ങൾ മോർച്ചറിയിൽ നിന്നും നീറിക്കാടുള്ള ജിമ്മിയുടെ വീടിന് സമീപത്തുള്ള പാരീഷ് ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം പിന്നീടായിരിക്കും ചെറുകരയിലെ പള്ളിയിൽ സംസ്കാരം നടക്കുക. എന്തായാലും ഇന്നത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരി ജോസി.